കഥ മുറാദ് ഭാഗം 57. രചന റഷീദ് MRK. അവതരണം അബൂ തമീം. സുറുമിയാണ് വിളിക്കുന്നതെന്ന് കണ്ടതും മൊബൈലുമായി പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഫോണെടുത്ത് ഹലോ പറഞ്ഞപ്പോൾ സുറുമി ചോദിച്ചു, നീ എവിടെയാ? വീട്ടിലാണോ? അല്ലത്താ, ഞാൻ പള്ളിയിലേക്ക് വന്നതാ. നീ നാളെ വീട്ടിലേക്കൊന്ന് വരാമോ? വിരുന്നിനാണോ ഇത്താ? അല്ലല്ല, ഷാഫി ഒറ്റക്ക് വന്നാൽ മതി. എനിക്ക് ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുണ്ട്. എന്നത്താ, ഇപ്പോൾ തന്നെ വരട്ടെ. എനിക്ക് നാളെ വരെ കാത്തിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാനാകെ പെട്ടുകിടക്കാം. എന്തു പറ്റി ഷാഫി എന്ന് സുറുമി ചോദിച്ചതും ഷാഫി കൊച്ചുകുട്ടിയെ പോലെ കരയാൻ തുടങ്ങി. അപ്പുറത്തു നിന്നും സുറുമി, എന്തു പറ്റി ഷാഫി, എന്നോട് പറ, കരച്ചിൽ നിർത്ത്, എന്താ ഉണ്ടായേ? നീ എന്താ കുട്ടികളെ പോലെ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഉമ്മയോട് പറയണ്ട ഇങ്ങോട്ട് വരുന്നത്. ഷാഫി മൊബൈൽ കട്ട് ചെയ്ത് സുറുമിയുടെ വീട്ടിലേക്ക് തിരിച്ചു. സംസാരത്തിനിടയിൽ പെട്ടെന്ന് കരച്ചിൽ വന്ന് സുറുമിയത്തേക്ക് മാത്രമാണ് താൻ പറയാതെ തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഓർത്തതുകൊണ്ട് ആയിരുന്നു. ഉള്ളുപിടഞ്ഞാൽ ഉമ്മാക്ക് മനസ്സിലാകും, പക്ഷേ അത് കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കാതെയാണല്ലോ ഉമ്മയുടെ മുന്നിൽ നടക്കുന്നത്. സുറുമിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ പതിവ് പോലെ സുറുമി അവനെയും പ്രതീക്ഷിച്ചു കാത്തു നിൽക്കുകയാണ്. ഷാഫിയെ കണ്ടതും അകത്തേക്ക് ക്ഷണിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവരുടെ ഉമ്മ വന്ന് ചായ നൽകി അടുക്കളയിലേക്ക് പോയപ്പോൾ സുറുമി ചോദിച്ചു, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ അവിടെ ഉള്ളപ്പോൾ തന്നെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ കല്യാണം കഴിഞ്ഞിട്ടും ഹാപ്പിയല്ല അല്ലേ? എന്താണ് നിങ്ങൾക്കിടയിൽ നടക്കുന്നത്? ഭാരം ഇറക്കി വെക്കാൻ ആളെ തേടിയുള്ള യാത്ര അവസാനിച്ചതുപോലെ ഷാഫി ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, ഇതാ സത്യം പറയാലോ, 2 കല്യാണം കഴിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെണ്ണിനെ എനിക്ക് ലഭിച്ചിട്ടില്ല. ആദ്യത്തേത് അങ്ങനെയായി, ഇതും അങ്ങനെയാകുമെന്ന് ഭയന്ന് ഞാൻ മറ്റൊരാളായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ക്ഷമയോടെ അങ്ങേയറ്റം കണ്ടാണ് ഇത് ഓരോ ദിവസവും അവളോടൊപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവളുടെ പ്രശ്നം? സുറുമി കാര്യം മനസ്സിലാവാതെ വിഷയങ്ങൾ ചോദിച്ചതും അവൻ പറഞ്ഞു, അന്ന് മുതൽ ഇങ്ങനെ തന്നെയാണ്. ആദ്യം നമ്മളെ രണ്ടാളെയും കുറിച്ച് ഫെബിന പറഞ്ഞു വരത്തിയ കഥ സത്യമാണോ എന്ന് ചോദിച്ചായിരുന്നു ബുദ്ധിമുട്ടിപ്പിക്കൽ. ലാസ്റ്റ് ഞാൻ ഖുർആൻ പിടിച്ച് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ക്ലാസ്സിന് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ ഒരാളോട് പറയേണ്ട ഒരു രീതിയില്ലേ? പറഞ്ഞേച്ചില്ലേൽ ഒഴിവാക്കിയേക്ക്, അവളെ ഭാര്യയായി കാണേണ്ട എന്നൊക്കെയുള്ള സംസാരങ്ങളാണ്. എന്നാൽ നിനക്ക് അവളെ ക്ലാസ്സിന് വിട്ടൂടെ? സമാധാനം കിട്ടുമല്ലോ. അവളെ ഉപ്പാക്ക് അവളെ ക്ലാസ്സിന് വിടാൻ താല്പര്യമില്ല. ഉബൈദിനോട് അയാൾ ക്ലാസ്സിന് വിടരുത് എന്നാണ് കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല. ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് പെരുമാറ്റം. ഞാൻ ഉപ്പാനോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചാൽ മാത്രം പോരാ, ഞാൻ സമ്മതിപ്പിക്കാം എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. ഞാനത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയോ ആണെന്നറിയോ, അതുപോലെ ആകും എന്നാണ് അവളുടെ ഭീഷണി. ഇത്താത്തയോട് പറയാൻ പറ്റില്ല, എന്നാലും ഗൗരവം മനസ്സിലാക്കാൻ പറയാതെ വയ്യ. എന്നോട് ഇന്ന് വരെ മര്യാദക്കൊന്നവൾ സംസാരിക്കുകയോ ഞങ്ങൾ തമ്മിൽ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദേഷ്യം പിടിപ്പിക്കുന്ന സംസാരമല്ലാതെ ഒന്നും മറുപടി കിട്ടില്ല. എന്തെങ്കിലും ഞാൻ പറയാൻ ചെന്നാൽ, ഓളെ വീട്ടിലേക്ക് വിരുന്നിന് ചെന്ന അന്ന് ഞാൻ ഒറ്റക്കാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ ഇരിക്കേണ്ടി വന്നത്. മരുമകൻ വരുന്ന ദിവസം അവളുടെ ഉപ്പ വന്നത് രാത്രി വളരെ വൈകിട്ട്. എന്നിട്ടോ അവൾ ഉമ്മയുടെ വാപ്പയും മക്കളും അകത്ത് വാതിൽ കുറ്റിയിട്ട് എന്തൊക്കെയോ ചെയ്തു. ഞാൻ അക്കാര്യം അവളോട് പറഞ്ഞപ്പോൾ എന്നോട് മൊബൈൽ നോക്കിയിരുന്നതായിട്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. എല്ലാം ഞാൻ ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നു. ഇന്ന് ബീച്ചിൽ പോയപ്പോഴാണ് അവൾ ഇങ്ങനെ പറഞ്ഞത്. ക്ലാസ്സിന് വിടാൻ ഞാൻ സമ്മതി വാങ്ങിക്കൊടുത്താൽ അവൾ എനിക്ക് തന്ന ഓഫർ ഭാര്യ നിൽക്കുന്നത് തരാൻ ശ്രമിക്കാമെന്ന്. എന്താ ഞാൻ ചെയ്യുക ഇത്ത, പറ. ഫെബിനെ കാണിച്ചത് ഇത്ത കണ്ടതല്ലേ? എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ ക്ഷമയില്ലാത്തവനായതുകൊണ്ടാണ് ഒഴിവാക്കേണ്ടി വന്നതാണ്. എനിക്ക് ക്ഷമയില്ല ഇത്ത. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റൂ. ഉമ്മാനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനിയും എന്തെങ്കിലും വീട്ടിൽ നടന്നാൽ ഉമ്മാന്റെ ഉള്ള അസുഖങ്ങൾ കൂടും, പേടിയാണ്. ഷാഫി ഇടറിയ സ്വരത്തിൽ അവസ്ഥകൾ പറഞ്ഞു നിർത്തിയപ്പോൾ എല്ലാം കേട്ടു നിൽക്കുന്ന സുറുമി എന്താണ് മറുപടി കൊടുക്കേണ്ടതെന്നറിയാതെ അല്പം നേരം അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യം പറയാൻ നിന്നെ വിളിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ കേട്ടിട്ട് അത് നമുക്ക് പിന്നീട് നോക്കാം. ഇവളുടെ സ്വഭാവം കേട്ടിട്ട് അവളോട് ഇപ്പോഴേ വീട്ടിൽ നിന്നും പോകാൻ പറയണമെന്നുണ്ട്. നീ പറഞ്ഞതുപോലെ ഉമ്മാന്റെയും ഉപ്പാന്റെയും അവസ്ഥകൾ കൂടി നമ്മൾ നോക്കണ്ടേ? നാട്ടുകാരോടും കുടുംബക്കാരോടും പോകാൻ പറ. അവർ എന്ത് പറഞ്ഞാൽ നമുക്കെന്താ? നമുക്ക് നമ്മളെ ജീവിതമല്ലേ വലുത്. ഇത്രയൊക്കെ താഴ്ന്നു കൊടുത്തിട്ടും അവളെന്താ ഇങ്ങനെ? എന്തോ ഉദ്ദേശമുണ്ടല്ലോ അവൾക്ക്. നീ ഒരു കാര്യം ചെയ്യ്, നാളെ ചെന്ന് അവളുടെ ഉപ്പായോട് ക്ലാസ്സിന് വിടുന്ന കാര്യങ്ങൾ സംസാരിക്കുക. അയാൾ എന്താണ് പറയുന്നത് എന്ന് നോക്കാമല്ലോ. ബാക്കി നമുക്ക് നോക്കാം. നീ ഒന്നും ആലോചിക്കേണ്ട, എല്ലാം ശരിയാവും. നീ ഈ കാര്യങ്ങൾ ആരോടും ഇപ്പോൾ പറയണ്ട. നാളെ അവളോട് പറയാതെ അവളെ ഉപ്പാനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക. അയാളല്ലേ അവളെ വാപ്പ. എന്നിട്ട് എന്താണ് പറയുന്നതെന്ന് അറിയിക്കുക. ഷാഫിയുടെ മനസ്സിലേക്ക് സുറുമിയുടെ വാക്കുകൾ കുളിരുള്ള ഒരു മഴ പോലെയാണ് പെയ്തിറങ്ങിയത്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് ഉമ്മയുടെ വിളി വന്നതും കൂടുതൽ സമയം അവിടെ ഇരിക്കാതെ കാര്യങ്ങൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ അടുത്തേക്ക് വന്നതും കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഫർസാനയെ വിളിച്ചു. അവൾ അപ്പോഴും റൂമിലാണ്.
ഉമ്മയെ അവളെ ഉറക്കെ വിളിച്ചതും അവൾ ഇറങ്ങി വന്ന് ഉമ്മയുടെ മുന്നിൽ നിന്ന് എന്താണെന്ന് മട്ടിൽ ഉമ്മയെ തുറിച്ചു നോക്കിയതും ഉമ്മ ചോദിച്ചു, നീ എന്താ മണവാട്ടിക്കുപ്പായ അയച്ചില്ലേ ഇപ്പോൾ? ഇവിടെ ഈ കണ്ട ആൾക്കാർ മുഴുവൻ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് നീ വന്നില്ലല്ലോ എന്നും നിന്നെ വിളിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി അങ്ങോട്ട് അയക്കണം. തന്റെ മാപ്പിളക്ക് വേണ്ടത് നാളെ മുതൽ എടുത്തു കൊടുക്കാൻ നീ ഇവിടെ ഉണ്ടാവണം. ആരും മൈക്കിലൂടെ വിളിക്കാൻ കാത്തു നിൽക്കേണ്ട. ഉമ്മ അമ്മായിയമ്മയുടെ യഥാർത്ഥ മുഖം പുറത്തെടുത്തതും ഷാഫി അവളെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു. എന്നോട് മറുപടി പറയുന്നത് പോലെ തിരിച്ചു പറഞ്ഞ് ഉമ്മയെ വെറുപ്പിക്ക്, പിന്നെ എന്റെ തനി സ്വഭാവം കാണുമെന്ന് മനസ്സിൽ പറഞ്ഞതും അവന്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ച് സ്വരം മയപ്പെടുത്തി, ഞാൻ വീട്ടിലേക്ക് വിളിക്കുകയെന്നുമ്മ, അതാ എന്നും പറഞ്ഞ് അവൾ കിച്ചണിലേക്ക് പോയി. ആ മറുപടി കേട്ട് ഇവൾക്ക് ഇങ്ങനെയും സംസാരിക്കാൻ അറിയാമോ എന്ന് ചിന്തിച്ചതും സുറുമിയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നു. അവളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ തന്നെ കുറ്റക്കാരാകും. അതോടെ ആവശ്യമില്ലാത്ത ചിന്തകൾ പടിയിറങ്ങി. ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നപ്പോൾ അവളുടെ മൊബൈൽ അവിടെ ഇരിക്കുന്നത് കണ്ടതും വെറുതെ എടുത്തു നോക്കിയപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആലോചിക്കാതെ പതിവ് തെറ്റിച്ച് ഷാഫി അവൾ വരുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് മുതലാണ് വിട്ടൊഴിഞ്ഞു പോകാൻ താല്പര്യമില്ലാത്ത പുതിയ പുതിയ നിമിഷങ്ങൾ ഓരോന്നായി അവൻ കാണാൻ തുടങ്ങുന്നത്.